നമസ്കാരം, ഞാൻ പ്രൊഫസർ മാത്യു. ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജോർജ് സോറോസ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ജോർജ് സോറോസിൻ്റെ കുറേ ന്യൂസുകളൊക്കെ നമ്മൾ എല്ലാ ന്യൂസ് ചാനലുകളിലും കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ബിസിനസ് ന്യൂസ് ചാനലുകൾ. അപ്പം അതിനെക്കുറിച്ച് ജോർജ് സോറോസിൻ്റെ ഒരു പരാമർശമായിരുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ എക്കണോമി താഴേക്ക് പോകാൻ പോവുകയാണ്, അഥവാ അദ്ദേഹം ഷോർട്ട് സെൽ ചെയ്യാൻ പോവുകയാണ്. ഇതിനെ കൂടാതെ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ച് പ്രസക്തമല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യയുടെ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യയെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ റിസർഷനാണെന്നുള്ള ഒരു പ്രവചനം അദ്ദേഹം നടത്തി. ഇതിനെ തുടർന്ന് കുറേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നവരും ഒക്കെ കുറേ ഷോർട്ട് പൊസിഷൻസൊക്കെ എടുത്തു. ഈ ഒരു പാനിക് ട്രിഗർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും മെച്ചപ്പെട്ട രീതിയിൽ ഉള്ള റിട്ടേൺസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലഭ്യമാകാൻ സാധ്യതയും ഇല്ലാതായി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു, ജോർജ് സോറോസ് ഇദ്ദേഹം ആരാണ്? വലിയ എക്കണോമിസ്റ്റ് ആണോ? നമ്മുടെ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര അവഗാഹമുള്ള ആളാണോ? അതേപോലെ തന്നെ നമ്മുടെ ജിം സൈമൺസിനെയൊക്കെ പോലെയോ അല്ലെങ്കിൽ ലെഞ്ചിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ഏജ് വാല്യുവേഷൻ ഗുരു അശ്വത് ദാമോദരനെ പോലെയൊക്കെ ആണോ? അപ്പോൾ നമ്മൾ ജോർജ് സോറോസിനെ കുറിച്ച് പണ്ട് ഏകദേശം ഇന്നൊരു 40-45 വയസ്സൊക്കെ ഉള്ളവർക്ക് ജോർജ് സോറോസ് അവരുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൈസ്കൂൾ കാലങ്ങളിൽ മുതലേ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് വന്നിരുന്നൊരു ആളായിരുന്നു. അന്നത്തെ കാലം മുതലേ ഇദ്ദേഹം പല പല വിദ്യകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പറിൻ്റെ അകത്തൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് പറയാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ തുടങ്ങുന്നത്. അപ്പം ജോർജ് സോറോസിനെ കുറിച്ച് നമ്മുടെ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞതാണ് അതിൻ്റെ അകത്ത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു വയസ്സായിട്ടുള്ള ഒപ്പീനിയനിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഒപ്പീനിയൻ എല്ലാത്തിനെക്കുറിച്ചും ഒരു അഭിപ്രായമുള്ള, റിച്ച് ആയിട്ടുള്ള, പണക്കാരനായ ധനികനായിട്ടുള്ള, വളരെ അപകടകാരിയായിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എല്ലാ അർത്ഥത്തിലും ഈ പറഞ്ഞ 4 വിശേഷണങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം സ്യൂട്ട് ചെയ്യുന്നതാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ജോർജ് സോറോസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഏകദേശം കരുതപ്പെട്ടിരിക്കുന്നത് ഏകദേശം 8.5 ബില്യൺ ആസ്തി ഉണ്ടെന്നാണ്. ദിവസം അങ്ങോട്ടും കുറച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. കാരണം അദാനിയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓരോ ദിവസത്തെ മാറ്റത്തിനനുസരിച്ച് ഈ നെറ്റ് വർത്ത് മൊത്തം ആസ്തികൾ ദിവസവും മാറുന്നുള്ളൊരു സത്യമാണ്. എന്നാലും ഏകദേശം ഒരു 8.5 ബില്യൻ്റെ അടുത്ത് നെറ്റ് വർത്തുള്ള ഒരു ആളാണ്. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് ഹംഗറിയിലാണ്. ഇപ്പോൾ ഹംഗറിയിൽ ജനിച്ചിട്ട് ഉള്ള ഒരു ജൂതനാണ്. നമുക്കറിയുന്ന പോലെ തന്നെ അന്നത്തെ കാലത്ത് അദ്ദേഹം ജനിച്ച് ഇപ്പോൾ ഇന്ന് 93 വയസ്സായി. അപ്പോൾ ആ ഒരു കാലങ്ങളിൽ ജൂതന്മാരെയൊക്കെ ഈ ജർമ്മനിയിലെ ഹിറ്റ്ലർ നാസി പടയാളികളൊക്കെ പിടിച്ച് കൊന്നുകളയുന്ന, ഗ്യാസ് ചേമ്പറിലൊക്കെ ഇട്ട് കളയുന്ന കാലമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് ഇവർ ജൂതനാണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് ക്രിസ്ത്യാനിയായി അങ്ങോട്ട് രൂപാന്തരപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെ അടുത്തുകൊണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സർനെയിമായിട്ടുള്ള ഷോർട്സ് എന്ന് പറയുന്ന പേര് മാറ്റി സോറോസാക്കി മാറ്റി. അങ്ങനെ പേര് മാറ്റി, ഐഡൻറ്റിറ്റി മാറ്റി, മതം മാറി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞുകൂടിയത്. 14-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം നാസികളുടെ കൂടെ തന്നെ കൂടുകയും ചെയ്തു. മറ്റൊന്നിനുമല്ല, അവിടെയുള്ള ജൂതന്മാരെ ഡീപ്പോർട്ടേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഡീപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഇവരെ പിടിച്ചിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഡീപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങേ ലോകത്തു നിന്ന് അങ്ങേ ലോകത്തേക്കാണ്. അതായത് ഇവിടുന്ന് പിടിച്ച് ജൂതനാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ അവരുടെ ബിസിനസ്സൊക്കെ പിടിച്ചെടുത്ത് അവരെ ഗ്യാസ് ചേമ്പറിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമായിരുന്നു ജോർജ് സോറോസ് 14-ാം വയസ്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ചോദിച്ചതായിട്ട് moneycontrol.com അകത്ത് അടുത്തിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്താപമുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനത്തെ വലിയ മനസ്താപമില്ല, ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യും. ഇതേ ഭാഷ്യം തന്നെയാണ് അദ്ദേഹം പലപ്പോഴും പല എക്കണോമികളെയും തകർത്ത് തവിടുകൂടിയാക്കി ഷോർട്ട് സെല്ലിങ് നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ ഈ ഒരു എക്കണോമികളൊക്കെ തകർത്ത് തവിടുകൂടിയാക്കുന്നത് നിങ്ങൾക്ക് മനസ്താപമില്ലേ? കുറേ പേരുടെ കാരണം ജീവിതവും തൊഴിലും ഒരു രാജ്യം നഷ്ടപ്പെടുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി തകരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യും. എനിക്കിതിൻ്റെ അകത്ത് ഒരു ദിവസത്തിൻ്റെ അവസാനം, ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം എന്തുമാത്രം പണം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രാധാന്യം.
അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മോറലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇദ്ദേഹം കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ലണ്ടനിലേക്ക് വന്നു, UK വന്നു, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ജോയിൻ ചെയ്തു, ഗ്രാജുവേഷൻ കഴിഞ്ഞു. നല്ലൊരു ഒറേറ്ററായിരുന്നു, നല്ലൊരു വാക്ചാരിത്യമുള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി മോശമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയി. ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ പ്രവചനങ്ങൾ അയാൾ ജനറലി ഒരു 3 എണ്ണമൊക്കെ നടത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രവചനങ്ങൾ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാം. ഇതിന് മുമ്പത്തെ 2008 പ്രവചനം പ്രവചിച്ച ജോർജ് സോറോസിൻ്റെ പ്രവചനം, ഇന്ത്യയെ ഇത് ഒരു സാമ്പത്തിക മാന്ദ്യം തുറച്ചു നോക്കുന്നു എന്ന് പറഞ്ഞിട്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇദ്ദേഹം ഇതിനു മുമ്പ് 3 തവണ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 തവണയും അദ്ദേഹത്തിന് ശരിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടില്ല. അതിനകത്ത് 1 തവണ മാത്രമേ ശരിയായുള്ളൂ. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ദിവസം 2 തവണ അതിൻ്റെ അകത്ത് കറക്റ്റ് ടൈം കാണിക്കും. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ജോർജ് സോറോസിൻ്റെ പ്രവചനങ്ങളുടെ കൃത്യത. ഇദ്ദേഹത്തെ കുപ്രസിദ്ധനാക്കിയത് 1992 ഇദ്ദേഹം ബ്രിട്ടീഷ് പൗണ്ട് ഷോർട്ട് ചെയ്തോട് കൂടിയിട്ടാണ്. ഇദ്ദേഹം 1998 പറഞ്ഞു പൗണ്ട് ഓവർ പ്രൈസ്ഡ് ആണ്. ഇദ്ദേഹം ഈ ഒരു പറഞ്ഞതിന് വളരെയധികം പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മീഡിയയും കൂട്ടത്തിൽ വളരെയധികം ആളുകളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ NGOs, ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഇയാളുടെ NGOs, അവരുൾപ്പെടെയുള്ള പബ്ലിസിറ്റി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പബ്ലിസിറ്റി, നെഗറ്റീവ് പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാ ഷോർട്ട് സെല്ലേഴ്സും ചെയ്യുന്ന പോലെ തന്നെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് തന്നെ ആ ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മോശമില്ലാത്ത ഒരു ഹ്രസ്വകാല ആഘാതം ഏൽപ്പിക്കും. ഇത് മുൻകൂട്ടി കണ്ടിട്ട് ചെറിയൊരു അബദ്ധമാണ് സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷ് സെൻട്രൽ ബാങ്ക് അപ്പോൾ ചെയ്തത്. ബ്രിട്ടീഷ് സെൻട്രൽ ബാങ്ക് പൗണ്ട് വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. വില പിടിച്ചു നിർത്തണം, പൗണ്ടിൻ്റെ വില പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു അടിസ്ഥാന തത്വത്തിൽ. പക്ഷേ ഇത് ആത്യന്തികമായി ചെന്നെത്തിയത് പൗണ്ടിൻ്റെ കൂടുതലുള്ള ലഭ്യതയിലും ഹ്രസ്വകാലത്തിലുള്ള പണപ്പെരുപ്പത്തിലേക്കും. സോറോസ് പറഞ്ഞത് ശരിയാണെന്നുള്ളത് ജനങ്ങൾക്ക് തോന്നുകയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. പക്ഷേ ഈ ഒരു പൗണ്ടിൻ്റെ വില പിടിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി കുറച്ചൊക്കെ മുകളിലേക്ക് പോകുന്ന സമയത്ത് സോറോസ് വീണ്ടും ഷോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് പൊസിഷൻസ് വളരെയധികം കൂടി. അവസാനം പൗണ്ട് ഒരു ചെറിയൊരു കാലത്തേക്ക് തകർന്നു തരിപ്പണായി. 1992 സെപ്റ്റംബർ 15 അതാണ് നമ്മൾ സാധാരണ ബ്ലാക്ക് വെനസ്ഡേ എന്നൊക്കെ പറയുന്നത്. പൗണ്ട് തകർന്നു, ഡീവാല്യൂഡായി. ബ്രിട്ടൻ യൂറോപ്യൻ എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസത്തിൻ്റെ അകത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ പൗണ്ടിനെ തകർത്ത ഒരാളെന്നുള്ള രീതിയിലാണ് ഈ ഒരു കുപ്രസിദ്ധി സോറോസിനുള്ളത്. എല്ലാവരും സോറോസിനെ ഓർത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനലൈസ് ചെയ്യാനുള്ള കഴിവുകൾ കൊണ്ടോ ഒരു വലിയ എക്കണോമിസ്റ്റ് ആയതുകൊണ്ടല്ല. ഇതേപോലെ തന്നെ 97-98 കാലഘട്ടങ്ങളിൽ ഈസ്റ്റ് ഏഷ്യൻ, നമ്മുടെ പൂർവ്വ ഏഷ്യൻ കൺട്രികളുടെ കറൻസിയുടെ ഉള്ള ഒരു മൂല്യച്യുതി ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ഇതിനും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം പ്രചാരം ഈ ഒരു ന്യൂസിന് കൊടുത്തു. അതിൻ്റെ ഫലമായി താഴേക്ക് വന്നു. ഹ്രസ്വകാലത്തേക്കുള്ള ഈ വിലയിടിവിൽ നിന്നും സോറോസ് വളരെയധികം നേട്ടം കൊയ്തു. നമ്മൾ വിചാരിക്കും ഈ ഒരു ചെറിയ പണം കൊണ്ട് ഇയാൾ ഒരാൾ എന്ത് ചെയ്യുമെന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇദ്ദേഹം ചെയ്യുന്ന ഈ വലിയ കാര്യങ്ങൾ, ഈ വലിയ പണം വെച്ചിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളോ ഏഷ്യൻ രാജ്യങ്ങളുടെയോ സുസ്ഥിരത തകർക്കാൻ പ്രാപ്തമായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ മൊത്തം ബജറ്റിൻ്റെ അത്രയും തന്നെ എമൗണ്ടിനുള്ള പണത്തിനാണ് ഇദ്ദേഹം ഷോർട്ട് ചെയ്യുന്നത്. ഇതിന് തത്തുല്യമായ മറ്റൊരു എമൗണ്ടിന് മോശമില്ലാത്ത ഒരു പ്രചാരം നൽകുന്നു ഇത്തരത്തിലുള്ള ചീത്തയായ വാർത്തകൾക്ക്. രണ്ടും കൂടി ചേരുമ്പോൾ ഒരു ഹ്രസ്വകാലത്തേക്ക്, കാരണം ഫണ്ടമെൻ്റലി വളരെ നല്ലതാണെങ്കിൽ ദീർഘകാലത്തേക്ക് എപ്പോഴും താഴേക്ക് വരാൻ സാധ്യമല്ല, തിരിച്ചു കയറും. പക്ഷേ ഒരു ഹ്രസ്വകാലത്തേക്ക് ഇത് താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഇതിൽ നിന്നും നേട്ടം കൊയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. ഇത് പോരാത്തതിന് ഇദ്ദേഹം ഉണ്ടാക്കുന്ന വരുമാനം, അതായത് മൊത്തം ആസ്തിയുടെ ഏകദേശം 4 ഇരട്ടിയോളം ഇദ്ദേഹം NGOസിൽ കൂടെ പല രാജ്യങ്ങളിലെ ജനാധിപത്യം പരിപോഷിപ്പിക്കാനാണെന്നും ഒക്കെ പറയുന്ന രീതിയിൽ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി പലതും പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യം പരിപോഷിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അതായത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളെ അസ്ഥിരമാക്കുകയും അവിടെ ഒരു ഷോർട്ട് സെല്ലിങ്ങിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഹംഗറി തന്നെ സ്റ്റോപ്പ് സോറോസ് ലോ പാസ്സാക്കിയത്. പക്ഷേ എല്ലാവരും വിചാരിക്കുന്ന പോലെ സ്റ്റോപ്പ് സോറോസ് ലോ എന്ന് പറയുന്നത് ഷോർട്ട് സെല്ലിങ്ങിൻ്റെ ഇല്ലാണ്ടിരിക്കാനുള്ളൊരു ലോ അല്ല. അതിന് പകരം സ്റ്റോപ്പ് സോറോസ് ലോ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ അഭയാർത്ഥികളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള NGOസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള സമ്മർദ്ദം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണത്.
ഒരു ജനറൽ ആയിട്ടുള്ളതാണ്. അതിനെ സ്റ്റോപ്പ് സോറോസ് ലോ എന്ന് പേരിട്ട് വിളിക്കുന്നു. കുറേ പേരൊക്കെ വിചാരിക്കുന്നത് അതെന്തോ സോറോസിനെ അങ്ങോട്ട് കടത്താണ്ടിരിക്കാനുള്ള ഒരു കൊട്ടിയടയ്ക്കുന്ന ഒരു വഴിയാണെന്നോ, അല്ലെങ്കിൽ സോറോസിൻ്റെ ഷോർട്ട് സെല്ലിംഗ് നടത്താതിരിക്കാനുള്ളതോ, അങ്ങനെയൊന്നുമല്ല. അത് NGOs, അതായത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, അതാത് രാജ്യത്തെ ഗവൺമെൻറ്റുകൾക്ക് എതിരെ, അവരുടെ പോളിസികൾക്കെതിരെ ഫണ്ട് ചെയ്തിട്ട് നടത്തുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടെന്നോ, പ്രത്യേകിച്ച് ഹംഗറിയെ സംബന്ധിച്ച് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നുള്ളത് അവിടുത്തെ കുറേ NGOs വളരെയധികം പ്രഷറൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊന്നും നടക്കില്ല. അത് നടക്കില്ല എന്നുള്ള നിയമപ്രകാരം കൊണ്ടുവന്നാണ് സ്റ്റോപ്പ് സോറോസ് ലോ. അപ്പോൾ അത് ജനറൽ ആയിട്ടുള്ളതാണ്. ഇതുമായിട്ട് വലിയ കാര്യമായിട്ട് ബന്ധമില്ല. അതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞു എന്നതേ ഉള്ളൂ. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മുടെ ജയശങ്കർ പറഞ്ഞതുപോലെ തന്നെ, ഒന്ന്, വയസ്സായിട്ടുള്ള ആളാണ്, 93 വയസ്സായി, പ്രായമുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 14 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി എന്തായിരുന്നോ അതേ മനസ്ഥിതി തന്നെയാണ് ഇപ്പോഴുള്ളത്. ആരോടും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. പണം എന്നുള്ളതോ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത്. ധനികനാണ്, അതേസമയം അപകടകാരിയുമാണ്. കാരണം ഇന്ത്യ പോലെയോ പല ഏഷ്യൻ രാജ്യങ്ങളിലോ ഇവിടുത്തെ മീഡിയയെ മൊത്തമായി വിലക്കെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിനുണ്ട്. അതുവഴി തന്നെ ജനങ്ങളിൽ ഭീതി നിറച്ച് ഇവിടുത്തെ മൂലധന വിപണിയെ താൽക്കാലികമായിട്ട് ഇടിച്ച് താഴെയിടാനുള്ള ശക്തി ആ ഒരാൾക്ക് തന്നെയുണ്ട്. ഇദ്ദേഹത്തെ കൂടുതൽ നന്നായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പദം എന്ന് പറയുന്നത് കഴുതപ്പുലി എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു ലെഫ്റ്റ് ഓവേഴ്സ്, ബാക്കി വെച്ചിട്ടുള്ളത്, ആർക്കും വേണ്ടാത്തത്, അതിൽ നിന്നും ചീത്തയായ രീതിയിൽ ഏതു വഴിയും ധനം നേടിയെടുക്കാനുള്ള ഒരു മനസ്ഥിതി, അതും 93-ാമത്തെ വയസ്സിൽ. അത് ഈ മനുഷ്യനെ വളരെയധികം അപകടകാരിയാക്കുന്നു, അധാർമികനാകുന്നു. പ്രായത്തെക്കുറിച്ച് 1-2 തവണ ഞാൻ പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ഇന്ത്യയിലും ലോകത്തെമ്പാടുമുള്ള അനേകം ധനികരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മനസ്ഥിതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. ബഫറ്റ് ആവട്ടെ, ചാർലി മുങ്കർ ആകട്ടെ, നമ്മുടെ നാരായണമൂർത്തി ആകട്ടെ, രത്തൻ ടാറ്റ ആകട്ടെ, എന്തിനേറെ പറയുന്നു അവസാന കാലങ്ങളിൽ ധീരുഭായ് അംബാനി ആകട്ടെ, ഇവരുടെ എല്ലാവരുടെയും മാനസിക സ്ഥിതി അവസാന കാലങ്ങളിൽ വളരെ വ്യത്യസ്തമായിരുന്നു. ഇവരെല്ലാവരും ഒരു അളവ് വരെ മനുഷ്യസ്നേഹികളായി മാറ്റപ്പെട്ടു. പക്ഷേ 93-ാം വയസ്സിൽ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലെത്തി. എങ്കിൽ പോലും ഇദ്ദേഹത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 14-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി എന്തായിരുന്നു അതേ മനസ്ഥിതി തന്നെയാണ് 93-ാം വയസ്സിലും. അപ്പോൾ ആത്യന്തികമായി പറയാനുള്ളത്, ഇദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് അല്ല, പക്ഷേ ഇദ്ദേഹം ഭയത്തിൻ്റെ വ്യാപാരിയാണ്. ഭയം വിതച്ച് നേട്ടം കൊയ്യുക. ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ മൂലധന വിപണിയെക്കുറിച്ചോ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചോ കാര്യമായിട്ടുള്ള അവഗാഹത്തിൻ്റെ പേരിൽ അല്ല അദ്ദേഹത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങളും. മറിച്ച് അസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കി അതിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള ഒരു സൂത്രശാലിയുടെ മനസ്സ് മാത്രമാണ്. അതുകൊണ്ട് ഹ്രസ്വകാലത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പല പല പ്രവൃത്തികൾ കൊണ്ട് ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ഈ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ഒന്ന് ആടി വലഞ്ഞേക്കാം. പക്ഷേ ദീർഘകാലത്തേക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽസ് കാര്യമായിട്ടൊരു മാറ്റങ്ങളുമില്ല. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.